സഹമന്ത്രി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്ന് അപേക്ഷിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു സുരേഷ് ഗോപി. ഇക്കാര്യം ഇന്നലെയും ആവശ്യപ്പെട്ടു, ഇനിയും ആവശ്യപ്പെടും. സിനിമയ്ക്കാണ് മുൻഗണന, MP സ്ഥാനം ഉത്തരവാദിത്തം, മറിച്ചുള്ള പ്രചാരണം കുനഷ്ടെന്നും സുരേഷ് ഗോപി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് ലക്ഷ്മി പത്മ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ലക്ഷ്മി, ഇന്നലെ ഈ സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ തുടങ്ങിയ ഒരു സസ്പെൻസ് ആയിരുന്നു. ആ സമയം നമ്മൾ വിചാരിച്ചത് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ സിനിമ തന്റെ പാഷനാണെന്ന് പറഞ്ഞിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കുമോ അല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിലനിന്നു. പക്ഷേ അതൊന്നുമല്ല. സഹമന്ത്രി സ്ഥാനം, അതിനെ ചൊല്ലിയുള്ള വിലപേശലായിരുന്നു ആ നിലനിന്നിരുന്ന സസ്പെൻസ് എന്ന് മനസ്സിലാക്കേണ്ടി വരുമോ ഈ ഘട്ടത്തിൽ? സേതുലക്ഷ്മി, നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴും സുരേഷ് ഗോപി അതിനെ വിശദീകരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അദ്ദേഹത്തോട് അല്പസമയം മുമ്പ് ഫോണിൽ സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. അദ്ദേഹം നേരിട്ടൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്തായാലും അദ്ദേഹം ആവർത്തിച്ച് ഫോണിൽ ഞങ്ങളോട് വ്യക്തമാക്കിയ ഒരു കാര്യം, സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ താൻ BJP കേന്ദ്ര നേതൃത്വത്തോട് ഇനിയും അപേക്ഷിക്കും. ആ വാക്കാണ് ഉപയോഗിച്ചത്. ആവശ്യപ്പെടുകയല്ല, അപേക്ഷിക്കും. അത് ഇന്നലെയും താൻ ഇക്കാര്യം അപേക്ഷിച്ചിരുന്നു. പക്ഷേ അവർ അതിന് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല, സമ്മർദ്ദപ്പെടുത്തി. അത് കാരണം താൻ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, സിനിമയാണ് തൻ്റെ പ്രയോറിറ്റി, തൻ്റെ മുൻഗണന സിനിമയാണ്. ഇപ്പോൾ MP സ്ഥാനം ഉത്തരവാദിത്വവും എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതായിരിക്കുമ്പോഴും മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മറിച്ച് ഇപ്പോൾ പ്രചരിക്കുന്ന മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ, ആരോപണങ്ങൾ, അതെല്ലാം തന്നെ കുനിഷ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചത്, ഇന്നലെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പറക്കാൻ വൈകിയത്, അത് ഈ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അതൃപ്തി തന്നെ എന്ന് വേണം രാഷ്ട്രീയമായി നമ്മൾ വിലയിരുത്തേണ്ടത്. മാത്രമല്ല, വരും ദിവസങ്ങളിലും അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ച് പറയും എന്ന നിലയ്ക്ക് ഒരുപക്ഷെ സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരേണ്ടി വരും കേന്ദ്രത്തിന്. അതല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടി വരും. ഇത് എന്താകും സംഭവിക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും ഈ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ സംസ്ഥാനത്ത് തന്നെ പല കോണുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയരുവാൻ സാധ്യതയുണ്ട്. കാരണം സുരേഷ് ഗോപി പാർട്ടിക്ക് തന്നെ അതീതമായ വോട്ടുകൾ കൊണ്ട് ജയിച്ചു വന്ന ആളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ BJP ആദ്യമായി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുന്നു. ആദ്യമായി അവർ അങ്ങനെ ഒരു താമര വിരിയിച്ചിരിക്കുകയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ചരിത്രപരമായ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അങ്ങനെ ജയിച്ച് കയറി വന്ന ഒരാൾക്ക് വെറും സഹമന്ത്രി സ്ഥാനമാണോ നൽകിയത് എന്നുള്ള ഒരു ചോദ്യം ഇന്നലെ രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ഒറ്റക്കെട്ടായി ചോദിച്ചിരുന്നു. മറ്റൊരു അതൃപ്തി സുരേഷ് ഗോപിക്കുള്ളത് ജോർജ് കുര്യനെ സഹമന്ത്രിയാക്കിയതിലാണ്. താൻ ജയിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജയിച്ച് വന്നപ്പോൾ ലഭിച്ചത് സഹമന്ത്രി സ്ഥാനം. അതേ സഹമന്ത്രി സ്ഥാനം മറ്റൊരാൾക്കും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും അദ്ദേഹം ഈ ആവശ്യം BJP കേന്ദ്ര നേതൃത്വത്തോട് ഉന്നയിക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് ഇനിയും നമ്മൾ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് ക്യാമറ സ്ഥിരമായി തിരിക്കേണ്ടി വരും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. സേതു, തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. എന്താണെങ്കിലും തൃശ്ശൂരിൽ LDFനെയും UDFനെയും താറപ്പറ്റിച്ച് നേടിയ വിജയത്തിന്റെ മാധുര്യം അത് കല്ലുകടിയായി തീരുകയാണ് സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ. ഈ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഈ കടുത്ത നിലപാട്, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, താൻ അപേക്ഷിച്ചിരുന്നു എന്നുള്ളൊരു വാക്ക്, അങ്ങനെ വരും. സുരേഷ് ഗോപി കടുത്ത നിലപാട് തുടരുകയാണെങ്കിൽ തീർച്ചയായും ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഉടൻ തന്നെ സുരേഷ് ഗോപിയെ ഒന്നുകിൽ ഒരു ക്യാബിനറ്റ് റാങ്കിലേക്ക് മാറ്റുക, അതല്ലെങ്കിൽ നിലവിൽ കരുതി വച്ചിരിക്കുന്ന സഹമന്ത്രി സ്ഥാനം അത് പുനഃപരിശോധിക്കേണ്ടി വരില്ലേ BJPക്ക് ഉടൻ തന്നെ? സേതു, ഉറപ്പായും ഇങ്ങനെ ഒരു സമ്മർദ്ദം സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടായാൽ ഉറപ്പായും ആ കാര്യത്തിൽ ഒരു പുനഃപരിശോധന BJP കേന്ദ്ര നേതൃത്വത്തിന് എടുക്കേണ്ടി വരും. കാരണം ഒരാൾ അസ്വസ്ഥനായി അങ്ങനെ ഒരുപാട് കാലം ഒരു പദവിയിൽ തുടരാൻ, പ്രത്യേകിച്ചും ഒരു മോദി മന്ത്രിസഭയിൽ അത് സാധ്യമാകും എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തേണ്ടി വരും. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. BJP കേരളത്തിൽ പ്രത്യേകമായ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. ഓപ്പറേഷൻ താമര തൃശ്ശൂരിലൂടെ ഫലം കണ്ട സ്ഥിതിക്ക് ഒരു പക്ഷേ
BJPക്ക് സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തേണ്ടി വരും. അദ്ദേഹത്തിനും അത് താല്പര്യമായിരിക്കും. ഒരുപക്ഷെ ഒരു ക്യാബിനറ്റ് പദവിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഈ സിനിമ മുഖ്യ പരിഗണനയാണ് എന്ന് അദ്ദേഹം പറയില്ലായിരുന്നു എന്ന കാര്യം ഉറപ്പാണ്. എന്ന് മാത്രമല്ല, നമുക്കറിയാം ഈ ഡൽഹിയിലേക്ക് പോകുന്നതിന് ആദ്യ തവണ ഡൽഹിയിലേക്ക് പറക്കുന്നതിന് മുമ്പ് അദ്ദേഹം നമുക്ക് നൽകിയ അഭിമുഖം കൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിലെ കാര്യങ്ങൾ കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. 10 മിനിസ്ട്രികളുടെ ചുമതലയുള്ള അതല്ലെങ്കിൽ ആ 10 മിനിസ്ട്രികളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നിർണായക പദവി തനിക്ക് വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമയില്ലായിരുന്നോ എന്ന ചോദ്യവും ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഏതായാലും അദ്ദേഹത്തെ ഒരു കേന്ദ്ര സഹമന്ത്രി മാത്രമായി ഒതുക്കിയതിലെ അതൃപ്തിയാണ് ഇപ്പോൾ ഈ രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രീതിയിൽ സമ്മർദ്ദം തുടരുകയാണെങ്കിൽ ഒന്നുകിൽ സുരേഷ് ഗോപിയെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടി വരും, അതല്ലെങ്കിൽ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തേണ്ടി വരും. അതിൽ രണ്ടിലൊന്ന് സംഭവിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതിൽ ഏതാണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. സേതുലക്ഷ്മി. ഓക്കെ ലക്ഷ്മി, എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ ചർച്ചയിൽ തുടങ്ങിയ ആ സസ്പെൻസ് അത് ഇനിയും അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലും അക്കാര്യം നിലനിൽക്കുന്നു. കടുത്ത നിലപാടിലാണ് സുരേഷ് ഗോപി. സഹമന്ത്രി സ്ഥാനം ഒഴിവാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു. പക്ഷേ അതിലെ നീരസം അദ്ദേഹം ഇപ്പോൾ പരസ്യമാക്കുകയാണ്. ന്യൂസ് മലയാളത്തോടാണ് സുരേഷ് ഗോപി തൻ്റെ ഹൃദയം തുറന്നത്. പക്ഷേ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടി അദ്ദേഹം ടെലിഫോൺ ലൈനിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം ഈ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തത്. എന്താണെങ്കിലും സുരേഷ് ഗോപിയിൽ തുടങ്ങിയ ആ ഒരു വിവാദം അത് അടുത്തൊന്നും കെട്ടടങ്ങില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് നിലവിലെ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. BJPക്ക് ഇനിയും സുരേഷ് ഗോപിക്ക് മേൽ പുനർവിചിന്തനം നടത്തേണ്ടി വരും. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവി ഉടൻ തന്നെ നൽകേണ്ടി വരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലക്ഷ്മി പത്മനാഭൻ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.